കളിയല്ലേ? അതുകൊണ്ട് സഹോദരിമാരെ, വിദേശ രാജ്യത്തേക്ക് പോകാൻ നിന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ഓതുന്ന ഫാത്തിഹയ്ക്ക് ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞു പെങ്ങളെ. എന്നിട്ടാ പാവപ്പെട്ട ഗൾഫുകാരിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് തവക്കൽതു അലല്ലാഹ്. 2010 നടന്ന ദുരന്തം ഈ കേരളത്തിന് മറക്കാൻ കഴിയുമോ? മംഗലാപുരത്തേക്ക് വന്നിടച്ചിറങ്ങിയ ഫ്ലൈറ്റിലൂടെ സംഭവിച്ചു പോയ ദുരന്തം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് മറക്കാൻ പറ്റുമോ? 2010 മെയ് മാസം 22-ാം തീയതി 160 പേരെയും കൊണ്ട് യാത്ര ചെയ്തു പോയാ 160 പേരെയും കൊണ്ട് യാത്ര ചെയ്തു പോയാ 6 ജോലിക്കാരെയും കൊണ്ട് യാത്ര ചെയ്തു പോയാ ഒരുപാട് സ്വപ്നങ്ങളും കൊണ്ട് യാത്ര ചെയ്തു പോയ 160 പേരാ. അതിലെത്രയോ മലയാളികളാ. എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് സ്കൂളിൽ ഇറക്കുമ്പോ കൊടുക്കാ ബാഗ് കൊണ്ടുവരുന്നവരില്ലേ, കുഞ്ഞുടുപ്പ് കൊണ്ടുവരുന്നവരില്ലേ, വസ്ത്രങ്ങൾ കൊണ്ടുവരുന്നവരില്ലേ. ആ പ്രിയപ്പെട്ട മക്കളെ ചെന്ന ഉടനെ എയർപോർട്ടിൽ വന്ന് ഉപ്പാന്ന് വിളിക്കുമ്പോ തന്നെ വാരിയെടുത്തുകൊണ്ട് ഉപ്പിച്ചാദ്യമെനിക്ക് മുത്തം തരണമുപ്പ, ആദ്യമെനിക്ക് മുത്തം തരണമുപ്പ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞു പോരാ. ഓ പാവപ്പെട്ട മക്കളെ കാണോ 160 പേരിൽ ഒരാളായിട്ട് കുഞ്ഞുമക്കൾ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞ, ഭാര്യ വിളിച്ചു പറഞ്ഞ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ച പെട്ടിയുമായിട്ട് പറന്നു വന്ന പാവപ്പെട്ട 160 പേരിൽ 158 പേര് കത്തിക്കരിഞ്ഞ ചാരമായി പോയി. അല്ലാഹുവേ, ഇനി ഒരു ദുരന്തം ഞങ്ങൾക്കങ്ങനെ കാണാൻ വിധി തരല്ലേ റബ്ബേ. 158 പേര് ആ വിമാന കത്തിക്കരിഞ്ഞ് ചാരമായി പോയപ്പോ നൂറുകണക്കിന് 10,000-കണക്കിന് മനസ്സിന്റെ സ്വപ്നങ്ങളും കെട്ടടങ്ങി പോവുകയാ. ശരീരത്തിന്റെ ഓരോ ഭാഗം കരിഞ്ഞു പോയവരാ. കയ്യൊറ്റ് പോയവർ, കാലറ്റ് പോയവർ. സുബ്ഹാനല്ലാഹ്, ഒരിക്കലും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തില് കരിക്കട്ട പോലും തോറ്റുപോകുന്ന അവസ്ഥയില് കത്തിക്കരിഞ്ഞു പോയ സ്വപ്നങ്ങളല്ലേ. ഒരു ചെറിയ പ്രശ്നം പോലെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഒരു ചെറിയ തകരാറ് പോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കള്, ആ ഫ്ലൈറ്റൊന്ന് കത്തിയമർന്നു പോയാൽ കടവല്ലൂരിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ടവർ എയർപോർട്ടിൽ പോയി കാത്തിരിക്കുന്നില്ലേ? എന്റെ ഭർത്താവ് ഇപ്പൊ വരുമല്ലോ, വെളുത്ത് കാണുമോ, തടിവെച്ച് കാണുമോ, നിറം മാറി കാണുമോ? എന്റെ പ്രിയപ്പെട്ടവൻ കൊണ്ടുവരുന്ന മാല, ഇപ്രാവശ്യം കൊണ്ടുവരുന്ന പൊന്ന് എത്ര പവനുണ്ടായിരിക്കുമെന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമ്പോ 2010 മെയ് മാസം 22-ാം തീയതിയിൽ ദുരന്തം എന്റെ പ്രിയപ്പെട്ടവര് മറക്കണ്ട. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. ഇത് പറഞ്ഞാ മാത്രം പോരാ. ഗൾഫിലേക്ക് പോകുന്ന സഹോദര, മറ്റൊരു പ്രധാന കാര്യം കൂടി നീ ഓർമ്മിക്കണം കേട്ടോ. നിന്റെ ഭാര്യയെ നീ സർവ്വ കാര്യങ്ങളും ഏൽപ്പിക്കുകയല്ലേ. അവിടെ പൈസ കൊടുക്കാനുണ്ട്, ഇവിടെ പൈസ കൊടുക്കാനുണ്ട്, അവിടുന്ന് കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ഒരു കാര്യം നീ അവസാനമായി ഓർമ്മപ്പെടുത്തണം ഗൾഫുകാര. അല്ലാഹയെ മറക്കല്ല പെണ്ണേ. നിനക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുമ്പോ നീ ഇവിടെ സീരിയൽ കണ്ടുകൊണ്ട് ചിരിക്കല്ലേ, സീരിയൽ കണ്ടുകൊണ്ട് കരയല്ലേ. കടലിന്റെ കരയാൻ കിടന്ന് കഷ്ടപ്പെടുമ്പോ എനിക്ക് വേണ്ടി ദുആ ചെയ്യരുത്. അല്ലാഹു ഒരുപാട് സാമ്പത്തികം തരാ, ഒരുപാട് ആരോഗ്യം തരാ, ഒരുപാട് ഐശ്വര്യം തരാ, ചുരുങ്ങിയ വർഷം കൊണ്ട് കടങ്ങളൊക്കെ തീർക്കാ, നല്ലൊരു മനോഹരമായ വീട് കടവല്ലൂർ പണിയാൻ വേണ്ടിയിട്ട് എന്റെ പ്രിയപ്പെട്ട പെണ്ണെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിറങ്ങാനുള്ള ഈ മാലിക പോലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഇനി നഷ്ടപ്പെടരുത്. പിന്നെ ഈ ഫ്ലൈറ്റിലോട്ട് കയറി യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് ഹറാമുകൾ നടക്കാൻ സാധ്യതയുള്ള യാത്രയാണ് ചെറുപ്പക്കാരാ. വര വസ്ത്രം ധരിച്ചുകൊണ്ട് വെളിവെളുത്ത പെൺകുട്ടികൾ വന്ന് നിന്നോട് സംസാരിക്കുമ്പോ ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഒന്ന് തൊട്ടുരുമ്മി നിൽക്കാനും ഇരിക്കാനും കൊതിച്ചു പോകുന്ന പ്രിയപ്പെട്ടവനെ, എവിടെയാണ് നീയുള്ളതെന്ന് മറന്നു പോവല്ല മോനെ. മനുഷ്യന്റെ അവസ്ഥ എങ്ങനെയാണ്? എത്ര വാത് പറഞ്ഞാലും എത്ര പേടിച്ചാലും ഫ്ലൈറ്റ് ഉയർന്നു പൊങ്ങി അരമണിക്കൂർ കഴിയുമ്പോ അവനൊക്കെ മറക്കും. ബെൽറ്റൊക്കെ ഇനി പേടിക്കണ്ടയാ, ഇനി പേടിക്കേണ്ട കാര്യമില്ല. പൊങ്ങി ഇങ്ങനെ ഉയർന്നു വരുമ്പോ കണ്ണിങ്ങനെ തള്ളി, കണ്ണിങ്ങനെ വന്നിട്ട് പിന്നെ
നല്ലൊരു മുകളിലായി നല്ല ലെവലാകും വെൽറ്റ് ഊരിട്ട് ഇന്നൊന്നും പേടിക്കാൻ ഇനി സെറ്റപ്പ് ഇനി മറ്റേ സാധനം കൊണ്ടുവരാൻ ലെവലായി ഇനി സമയമായി കൊണ്ടുവന്നോ. എവിടാണ് സഞ്ചരിക്കുന്നതെന്നോർക്കാതെ കുടിച്ചിട്ട് ആടുന്നുണ്ട് ലെവലില്ലാതെ. ഉരിയുന്ന വെയിലിൽ നിന്നു പണമുണ്ടാക്കും, കുപ്പിക്ക് 100 കൊടുത്ത് കിറുക്കുണ്ടാക്കും. മറക്കണ്ട പ്രവാസികളെ, മറക്കണ്ട. ഇത് വിദേശ രാജ്യത്തേക്ക് പോകുന്ന യാത്രയിൽ മാത്രമല്ല, അവിടെ ചെന്നിറങ്ങിയാലോ ഗൾഫിലേക്ക് എത്താൻ എല്ലാവരും എന്റെ കൂടെ വരണേ. ഏത് സ്ഥലമാണ് ഇഷ്ടം? ഗൾഫിൽ കൊണ്ടുപോയി 4 വിഭാഗമായി മനുഷ്യൻ മാറുന്നു. ഒന്നാമത്തെ വിഭാഗം എന്നറിയോ? ഉദാര മനസ്കരായ അറബികളുടെ വിശ്വസ്തരായ ജോലിക്കാർ. അല്ലാഹ് ഒന്നും പേടിക്കും, എന്ത് വേണമെങ്കിലും തരും, എന്ത് വേണമെങ്കിലും. കൈ നീട്ടേണ്ട കാര്യമില്ല. പെരുന്നാളാകുമ്പോ ഇഷ്ടം പോലെ സമ്മാനം തരികയാണ് നിന്റെ പ്രിയപ്പെട്ട അറബി. ഉമ്മാക്ക് സുഖമില്ല, വെറുതെ പറയണമല്ലോ, ഉമ്മ സുഖമില്ലെന്ന് പറഞ്ഞു കേട്ടോ, അറബി വീട്ടിൽ വിളിച്ചപ്പോൾ ഇരിക്കട്ടെ അങ്ങനെ എന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ തുറക്കണം അപ്പോൾ ബിസ്മില്ലാ. അങ്ങനെ നല്ല അവരൊന്നും അറിയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളവർ വല്ലാത്ത സൗഭാഗ്യം ചെയ്തവരാണ് എന്നാണ് നാട്ടുകാർ മുഴുവനും പറയുന്നത്. അതൊന്നാമത്തെ വിഭാഗമാണ്. അവർക്കൊന്നും പേടിക്കാനില്ല, അവർക്കൊന്നും ഭയപ്പെടാനില്ല, അവർക്കൊന്നും ചിന്തിക്കാനില്ല. സുബ്ഹാനല്ലാഹ്, സന്തോഷമാണ്. അവർക്ക് ഒരേ ഒരു ആഗ്രഹം, അറബിക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്, മരിച്ചുപോയ അതോടുകൂടി ഖത്തം പോകുകയാണ്. അപ്പോ ഒന്നാമത്തെ വിഭാഗം അതാ. രണ്ടാമത്തെ വിഭാഗം ആരാ? രണ്ടാമത്തെ വിഭാഗം മിടുക്കന്മാരായ സംരംഭക്കാരാണ്. ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ആലോചിക്കും എങ്ങനെ പോകണം. നമ്മളിങ്ങനെ വെറുതെ ഗൾഫെന്ന് വന്നിട്ട് കാര്യമില്ല, കുറച്ച് കാശൊക്കെ വേണം. അവിടെ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ഭയങ്കര സെറ്റപ്പ്, ഇവിടത്തെ പോലെ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നല്ല കച്ചവടക്കാർ, നല്ല മിടുക്കരായ സംരംഭകരാണ്. നല്ല കാശുണ്ടാക്കിയിട്ട് അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലുമൊക്കെ വലിയ വലിയ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വേറെ ഡ്യൂട്ടി ഒന്നും വർക്കില്ല, കറങ്ങി നടക്കും. 1-ാം തീയതി ആകുമ്പോൾ പോയി ലാഭം വാങ്ങും. പിന്നെ പലിശയ്ക്ക് കൊടുപ്പല്ല, അത് പറയുന്നുണ്ട്. മൂന്നാമത്തെ വിഭാഗം കച്ചവടക്കാരാണ്, നല്ല കച്ചവട തന്ത്രമുള്ളവർ. അവിടെ പോയിട്ട് നല്ലൊരു സൈറ്റ് സ്ഥലമൊക്കെ നോക്കി ഇച്ചിരി കാശൊക്കെ മുടക്കി നല്ലൊരു റൂം, നല്ലൊരു സൈറ്റിൽ ഒരു കടയെടുത്തു. അൽഹംദുലില്ലാ, നല്ല കച്ചവടം. അവന്റെ മുഴുവൻ തന്ത്രവും മനസ്സിലായ രീതിയിൽ അവിടെ ഒരു കച്ചവടം നടത്തി അവനെങ്ങനെ രക്ഷപ്പെടുകയാണ്. നാലാമത്തെ വിഭാഗമാരാ? പ്രത്യേകമായ വൈരുദ്ധ്യങ്ങളൊന്നും തന്നെ ഇല്ലാതെ അവിടെ പോയി തനിക്ക് കിട്ടുന്ന ജോലി ചെയ്യാൻ വേണ്ടി പോയതാ. എങ്ങനെയെങ്കിലും ഗൾഫിൽ വന്ന് കുറച്ച് കാശുണ്ടാക്കണമെന്ന് പറഞ്ഞ് ഓടി വന്നവനാ. അവിടെ ചെന്നിറങ്ങിയ ഉടനെ അവൻ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ആരെയും പരിചയമില്ല, വല്ലാത്ത രാജ്യമല്ലേ, ആരെയും പരിചയമില്ല. എവിടെ പോകണം, എങ്ങോട്ട് പോകണം ഒന്നും അറിയില്ല. ഭാഷ പോലും അറിയില്ല. ഒരു ബന്ധവുമില്ല, ഒന്നുമില്ല. എല്ലാ ആൾക്കാർക്ക് ഭാഷ പെട്ടെന്ന് അങ്ങോട്ട് അറബാണ്, നല്ല എളുപ്പമാണ് പഠിക്കാൻ. സർവ്വ ഭാഷകളും നെഞ്ചിൽ നിന്ന് അങ്ങോട്ടാ പോണേ. മലയാളം ഇവിടെ നിന്ന് അങ്ങനെ, ഹിന്ദി ഇവിടെ നിന്ന് അങ്ങനെ, ഇംഗ്ലീഷ് ഇവിടെ നിന്ന് അങ്ങനെ, എല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ടാ പോണേ. പക്ഷേ അറബി ഭാഷ മാത്രം പുറത്തു നിന്ന് നെഞ്ചിലോട്ടാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ റഹ്മാനിർ റഹീം, എങ്ങനെയാ ബാക്കിയെല്ലാം ഇവിടെ നിന്ന് അങ്ങോട്ട്. അതാണ് അറബി ഭാഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പഠിക്കാൻ വളരെ എളുപ്പമാണ്. അങ്ങനെ വിജനമായ വഴിയിൽ വന്നിറങ്ങി ആരുമില്ല. ആരോ വന്ന് തന്നെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. ലോകത്തിന്റെ നായകൻ പറയുകയാണ്, പിടിവെള്ളിയില്ലാതെ എവിടെയെങ്കിലും നീ അകപ്പെട്ടു പോയാൽ അവിടെ നീ ഓതാനുള്ള സൂറത്ത് എന്തെന്നറിയുമോ? വിദേശ രാജ്യത്തേക്ക് ചെന്ന് ഫ്ലൈറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അബൂദാബിയുടെ മണ്ണില്, സൗദി അറേബ്യയുടെ മണ്ണില് ആദ്യമായി കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാരാ, നീ ഓതാനുള്ള സൂറത്ത് ഞാനേതെന്ന് പറഞ്ഞു തരട്ടെയോ? ഓതുമോ നിങ്ങൾ? ഒറ്റപ്പെട്ടു പോയാൽ വിദേശ രാജ്യത്തിന്റെ ആ ഭയാനകരമായ അന്തരീക്ഷം നിന്റെ മനസ്സിൽ വന്നാൽ, ലീലാഫി ഖുറൈശ് ഈലാഫിഹിം റിഹ്ലതശ്ശിതാഇ വസ്സൈഫ് എന്ന മനോഹരമായ സൂറത്തുൽ ഖുറൈശ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഓതണേ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരെ ഓതണേ. വിദേശ രാജ്യത്തേക്ക് ചെന്നിറങ്ങേണ്ട ഒരു ഭാഗ്യം നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ അങ്ങനെ ഓടുക. അവിടുത്തെ സംരക്ഷണത്തിന് വേണ്ടിയാ, അവിടുത്തെ സുഖത്തിന് വേണ്ടിയാ, അവിടുത്തെ സമാധാനത്തിന് വേണ്ടിയാ. എല്ലാവർക്കും പറഞ്ഞു വെച്ചത് ജോലി തന്നെ കിട്ടണമെന്നില്ല.
എല്ലാവർക്കും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ജോലി തന്നെ കിട്ടണമെന്നില്ല. ചില ആൾക്കാർക്ക് ഓരോരോ പ്രത്യേകമായ ജോലിയല്ലേ. എന്നോടൊരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, സ്നേഹനിധികളായ ഉമ്മപെങ്ങന്മാര് മനസ്സിലാക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തട്ടെ. ഉസ്താദേ, 60 നിലയുള്ള 70 നിലയുള്ള കെട്ടിടത്തിന്റെ ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന പാവപ്പെട്ട ഗൾഫുകാരുണ്ട്, മറക്കല്ല ഉസ്താദ്. പൊരിവയിലത്ത് പണിയെടുക്കുമ്പോ തളർന്ന് വീഴാൻ പോകുമ്പോ നാട്ടിലുള്ള കടവല്ലൂരുള്ള തങ്ങരംകുളത്തുള്ള പെരുമ്പിലാവിലുള്ള പന്നിക്കുളത്തുള്ള കുന്നംകുളത്തുള്ള എന്റെ പ്രിയപ്പെട്ട മക്കളെ ഓർത്തുകൊണ്ട് പിടിച്ചു നിൽക്കുകയാ. ഭക്ഷണം പോലും നല്ലതുപോലെ കഴിയാറ് പൊരിവയിലത്ത് 70 നില കെട്ടിടത്തിന്റെ മുകളിൽ നിൽക്കുന്ന രംഗം ആലോചിച്ചു നോക്കുക. കടവല്ലൂരുള്ള 2ാമത്തെ നിലയുടെ മുകൾ ഭാഗത്ത് ചൂട് കാരണം ഉറങ്ങാൻ കഴിയാതെ സിറ്റ് ഔട്ടിലേക്ക് ഇറങ്ങി വന്ന് തോർത്തുകൊണ്ട് വീശിയിട്ട് കാറ്റുകൊള്ളുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായമേ, 70 നിലയുള്ള 80 നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ജോലി ചെയ്യുന്ന സഹോദരന്റെ ശമ്പളം അറിയണ്ടേ? 600 രൂപയാണ്, 700 രൂപയാണ്. നിനക്ക് കൺമശിവാകോ തികയൂല പെങ്ങളോ, നിനക്ക് കൂട്ടച്ചുവാകാ തികയൂല. അല്ലാഹു ഞങ്ങളുടെ സമ്പത്തില് ബറക്കത്ത് ചെയ്യണേ അല്ലോ. എവിടാണ് കിടക്കുന്നതെന്നറിയണ്ട്? കൺസഷൻ വർക്കില് വിദേശ രാജ്യത്ത് കിടന്ന് പണിയെടുക്കുന്ന പാവപ്പെട്ടവൻ കിടക്കുന്നത് ഒരു റൂമിൽ 80 പേരാണ്, 70 പേരാണ്, 90 പേരാണ്. അബൂദാബി പോയപ്പോഴാ കണ്ടതോ, അല്ലാഹുവേ അവരെ കണ്ട പറയാറ് പൊട്ടിക്കരഞ്ഞു പോയതാ. ഒരു റൂമിനകത്ത് 70 പേര് കിടക്കുന്നുണ്ട്. കുളിക്കാനും കുടിക്കാനും വെളുവെടുക്കാനും നിസ്കരിക്കാനും അലക്കാനും വൃത്തിയാകാനുമല്ല. 1-2 പൈപ്പ് മാത്രമാണുള്ളത്. മണിക്കൂറുകളോളം കാത്തു നിന്നിട്ടാണ് ജീവിതത്തിന്റെ ഓരോ ആവശ്യങ്ങൾ നിർവഹിക്കുക. നല്ലതുപോലെ ഭക്ഷണം ലഭിക്കില്ല. അതേ വെള്ളം ഇങ്ങനെ കോരി ഒടിച്ചിട്ട് പരിപ്പ് കറി ഉണ്ടാക്കിയിട്ട് 7-8 ദിവസവും ഒരുപോലെ കഴിച്ചുകൊണ്ട് പെണ്ണേ നിന്റെ പട്ടിണി മാറ്റാ, നിന്റെ മക്കൾക്ക് പഠിക്കോ, നിന്റെ ജീവിതത്തെ സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന സഹോദരന് മറക്കല്ല മോളെ, മറക്കല്ല മോളെ. എന്നിട്ടോ രാവിലെ ഒരു 8 മണിയാകുമ്പോ 6 മണിയാകുമ്പോ 7 മണിയാകുമ്പോ കൺസഷൻ കമ്പനിയുടെ വണ്ടി വന്ന് റൂമിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാ. കുളിക്കട്ടെ കുളിക്കാതിരിക്കട്ടെ, ഭക്ഷണം കഴിക്കട്ടെ കഴിക്കാതിരിക്കട്ടെ, ആ വാഹനത്തിലേക്ക് അങ്ങ് കയറുകയാണ്. പിന്നെ ജയിലറയിലേക്ക് കൊണ്ടുപോകുന്ന പോലെ വാഹനത്തിന്റെ അകത്ത് കുത്തി നിറച്ചുകൊണ്ട് അടുത്ത 70 നിലയുടെ ഭാഗത്തേക്ക് കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, കഷ്ടപ്പാടും എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് പ്രതിഫലം തേടണമെങ്കിൽ 70 700 നിലയുടെ മുകളിൽ നിന്നാലും ചെറുപ്പക്കാരാ, അല്ലാതെ മറക്കല്ലേ, വിശ്വാസത്തെ കരിവാരി തേക്കല്ലേ. ചില ആൾക്കാർക്ക് കിട്ടുന്ന ജോലി ആട്ടിനെ മേപ്പാണ്. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, 100ഉം 200ഉം ആടും ഒട്ടകവും നിറഞ്ഞ മരുഭൂമിയിൽ. എന്നോട് സൗദി അറേബ്യയിലെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറഞ്ഞതാ, സൗദി അറേബ്യയിലെ മജ്മാ റോഡിൽ സുമൈർ എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്ത് സാറേ ഞാൻ 4 കൊല്ലം ജോലി ചെയ്തു ആടിനെ മേയ്ക്കാൻ. മജ്മാ റോഡിൽ സുമൈർ എന്ന് പറയുന്ന സ്ഥലത്ത് 4 കൊല്ലം ജോലി ചെയ്തു. ഞാൻ താമസിക്കുന്ന ഒരു ടെന്റിലാണ്, ഒരു ഹൈമ കെട്ടിയിട്ടാണ് അതിനകത്ത് താമസിച്ചിരിക്കുന്നത്. അതിനകത്ത് ഒട്ടകത്തിന്റെ പുല്ലുണ്ട്, ഒട്ടകത്തിന് കഴിക്കാനുള്ള ഭക്ഷണമുണ്ട്. അതിന്റെ കൂടെ ഞാൻ ആ മണ്ണിൽ കിടക്കുമ്പോ ഇഴജന്തുക്കളുണ്ട്, അതിന്റെ അകത്ത് ഇഴജന്തുക്കളുണ്ട്, പാമ്പ് പോലും. പല ദിവസവും രാത്രിയിൽ ഞാനിങ്ങനെ കൈവച്ച് കിടന്നുറങ്ങുമ്പോ എന്റെ കൈയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്, പേടിച്ച് വിറച്ച് ഉറങ്ങാതെ എഴുന്നേറ്റിരുന്നിട്ട്. അള്ളാഹു വിദേശ രാജ്യത്ത് അങ്ങനെ ഒറ്റപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു രക്ഷ കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ആ സഹോദരൻ പറയുകയാ, 190 കിലോമീറ്റർ നടന്നല്ലാതെ റോഡ് കാണാൻ കഴിയൂല. മരുഭൂമിയിലൂടെ 190 കിലോമീറ്റർ നടക്കണം, വാഹനമില്ല, നടക്കണം. കറണ്ടില്ല, വെട്ടമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. രാവിലെ 5 മണി കാടിനെയും കൊണ്ട് ഒട്ടകത്തെയും കൊണ്ട് മേയ്ക്കാൻ പോയാൽ രാത്രി 6 മണിയാകുമ്പോ 7 മണിയാകുമ്പോ മടങ്ങി വരും. എല്ലാ ദിവസവും മടങ്ങി വരുമ്പോ കുടിക്കാൻ വേണ്ടി ഞാൻ എന്റെ ഹൈമയ്ക്കകത്ത് കുറച്ച് നല്ല വെള്ളമെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
ഒരു ദിവസം ഉസ്താദേ ഞാൻ മടങ്ങി വന്നപ്പോ ആ വെള്ളം കാണാനില്ല. ആ സ്ഥലത്തെ അടയാളങ്ങൾ പരിശോധിച്ചപ്പോ എന്റെ അറബിയും ഫാമിലിയും വന്നിട്ട് പോയതാണെന്ന് മനസ്സിലായി. അവർ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഉച്ച സമയത്ത് വരും, വന്നിട്ട് അവിടെ വന്നിരുന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചപ്പോ അവരാ വെള്ളമെടുത്ത് കുടിച്ചതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത്, 190 കിലോമീറ്ററുകൾക്കപ്പുറത്തേക്ക് പോയാലല്ലാതെ എനിക്ക് റോഡിലെത്താൻ കഴിയൂല റബ്ബേ. പിന്നെ ഞാനെങ്ങനാണ് വെള്ളം കുടിക്കുന്നത്? ഞാൻ പെട്ടെന്ന് പോയി നോക്കുമ്പോ ഒട്ടകവും ആടും കുടിക്കുന്നതിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് കുറെ വെള്ളം കിടപ്പുണ്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോ ചെറിയ ചെറിയ പുഴുക്കൾ പോലും ആ വെള്ളത്തിനകത്ത് കിടക്കുന്നുണ്ട്. ഒട്ടകത്തിന്റെ മൂക്കുകട്ട വീണ് കിടക്കുന്നുണ്ട്. ആടിന്റെ വാക്കകത്തിരുന്ന് വീഴുന്ന ചലം കിടക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, വെള്ളം കുടിക്കാതെ മരുഭൂമിയുടെ ഉള്ളറയിൽ കിടന്ന് ഞാൻ മരിച്ചു പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് ആ സ്ഥലം നിറഞ്ഞ വെള്ളം ഞാൻ കോരി കുടിച്ചു. അല്ലാഹുവേ, ആ പാവപ്പെട്ട സഹോദരൻ പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയതാ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആ ഭർത്താവിനോടല്ലേ, ആ ഭർത്താവ് അയച്ചു തരുന്ന കാശുകൊണ്ടല്ലേ, മാസാമാസം അയച്ചു തരുന്ന കാശുകൊണ്ടല്ലേ ജീവിതത്തിന്റെ സുഖവും ആനന്ദവും ആഹ്ലാദവും നമ്മൾ കാണുന്നത്. അല്ലാഹു പടച്ചതമ്പുരാ നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് തന്ന് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലിയാ. വീട്ടിൽ ഫോൺ വിളിക്കുമ്പോ പറയും, ഉമ്മ പറഞ്ഞ ജോലിയല്ല എനിക്ക് കിട്ടിയത്, പറഞ്ഞിരുന്നത് ബുക്ക് സ്റ്റാളിലെന്നാണ്, പൂന്തോട്ടത്തിലെന്നാണ്, മനോഹരമായ കടയിലെന്നാണ്, ഓഫീസിലെന്നാ പറഞ്ഞത്. ഇവിടെ ഞാൻ ഇവിടുത്തെ ഏറ്റവും വലിയ ദുർമാർഗിയായി ജീവിക്കുന്ന ഒരു അറബിയുടെ വീട്ടിലാണ്. 10-12 മക്കളുണ്ട്, ഒരുപാട് കുടുംബാംഗങ്ങളുണ്ട്. അവിടെയാണ് ഉമ്മ ഞാൻ വന്ന് പെട്ടുപോയത്. അടിമപ്പണിയല്ലേ, അടിമപ്പണി, തീർത്തും ഒരു അടിമപ്പണി മാത്രം. ആലോചിച്ച് നോക്കി. വാഹനം കഴുകിയിടുന്നത് പോട്ടെ, അവരുടെ ഷൂ പോലും പോളീസ് ചെയ്ത് വെച്ചുകൊടുക്കണം. അതും പോട്ടെ, വീട്ടിനകത്ത് അവരുപയോഗിക്കുന്ന ബാത്റൂം പോലും എന്റെ പ്രിയമുള്ളവരെ കഴുകി വൃത്തിയാക്കി അവര് കടന്നു വരുമ്പോ അതിന്റെ അകത്തുനിന്ന് സുഗന്ധം പുറത്തേക്ക് വരുന്ന രീതിയിൽ വൃത്തിയാക്കണം. പിന്നെ ചിലര് പറയാറുണ്ട്, ഉസ്താദേ, അറബിയുടെ മക്കൾ അവര് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് കാർക്കിച്ചു തുപ്പാറുണ്ട്, ഹിമാറെന്ന് വിളിക്കാറുണ്ട്. കഴുതയെന്ന് വിളിക്കുമ്പോ മനസ്സ് വല്ലാതെ സങ്കടം തോന്നുമെങ്കിലും ആ സങ്കടം അവൾക്കൊരു ഉത്സവമാണ്. നമ്മൾ പൊട്ടിക്കരയുന്നതും നമ്മൾ വേദനിക്കുന്നത് പല അറബികൾക്കും ഒരു സന്തോഷമാണ്. അങ്ങനെ ഒരു അറബിയുടെ വീട്ടിലാണ് ചെല്ലുന്നതെങ്കിലോ എല്ലാ അറബികളും ഇങ്ങനെയല്ല, എല്ലാ അറബികളും ഇങ്ങനെ ജനങ്ങളെ ഉപദ്രവിക്കുന്നവരല്ല. ഇന്ന് വളരെ കുറവാണെങ്കിലും സുബ്ഹാനല്ലാഹ് അങ്ങനെയുള്ളവരില്ലാതെ ഞാൻ പറയുന്നില്ല. എങ്കിലും സന്തോഷമുണ്ട്. നല്ല അറബികളുടെ കുടുംബത്തിൽ ജീവിക്കുന്നവർ ഇന്നും പറയാറുണ്ട്, സാറേ ശമ്പളം കുറവാണെങ്കിലും സ്നേഹമുണ്ട് സാറേ. ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാറുണ്ട്, വെള്ളം കുടിച്ചോന്ന് ചോദിക്കാറുണ്ട്, ചായ കുടിച്ചോന്ന് ചോദിക്കാറുണ്ട്. വല്ലപ്പോഴും ചെറിയ ചെറിയ തുക ഞങ്ങളുടെ കയ്യിലേക്ക് തരാറുണ്ട്. അത് തന്നെ വളരെ സന്തോഷമല്ലോ. അങ്ങനെ ജീവിക്കുന്ന, അങ്ങനെ ജീവിപ്പിക്കുന്ന, അങ്ങനെ സ്നേഹിക്കുന്ന, അങ്ങനെ സ്നേഹിപ്പിക്കുന്ന അറബികൾ വിദേശ രാജ്യത്തുണ്ടെങ്കിൽ ഒരുപക്ഷേ പെട്ടുപോകുന്നത് കരുണയില്ലാത്ത, മാനുഷിക മൂല്യങ്ങളില്ലാത്ത അറബികളുടെ മുമ്പിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, അത് വല്ലാത്ത രംഗമാണ്. അറബികളുടെ മക്കൾക്ക് അടിക്കണമെന്ന് തോന്നുമ്പോ, ഇടിക്കണമെന്ന് തോന്നുമ്പോ, ഉപദ്രവിക്കണമെന്ന് തോന്നുമ്പോ ഈ പാവപ്പെട്ട കടവല്ലൂർന്ന് പോയ 20 പേര് 30 പേരുള്ള കുടുംബത്തില് അത്താണിക്ക് വേണ്ടി ജീവിക്കുന്ന പാവപ്പെട്ടവനെ ഉപദ്രവിക്കാറുണ്ട്. അങ്ങനെയെല്ലാം ഉപദ്രവം ഏറ്റുവാങ്ങിയിട്ട് അവര് മാസാമാസം അയക്കുന്ന പണമില്ലേ,
ആ പണമല്ലേ പെങ്ങളെ നീ ദൂർത്തടിക്കുന്നത്? നിനക്ക് ലക്ഷങ്ങളും ആറാ ഒരു ത്യാഗവും ചെയ്യേണ്ട പെങ്ങളെ. ഒരു ഓട്ടോ വിളിച്ചിട്ട് ബാങ്കിലേക്കൊന്ന് പോയാ മതി, ഫെഡറൽ ബാങ്കിലേക്കൊന്ന് പോയാ മതി, SBTയിലേക്കൊന്ന് പോയാ മതി. ഭർത്താവയച്ച കാശ് വാങ്ങിക്കാൻ ഒരു 5 മിനിറ്റ് പോലും അതിനകത്ത് വെയിറ്റ് ചെയ്യണ്ട. 10,000ന്റെ നോട്ടുകൾ വരികയാ, 20,000ന്റെ നോട്ടുകൾ വരികയാ. അങ്ങനെ കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ പണം അല്ലാഹു നാളെ ചോദിക്കും. പെണ്ണേ, വൽമർഅതു റായിയത്തുൻ അലാ ബൈതി സൗജിഹാ വവലദിഹി. പെണ്ണെ, അല്ലാഹു ചോദിക്കും പെങ്ങളെ, എങ്ങനാണ് ഭർത്താവിന്റെ പണം നീ ചെലവഴിച്ചത്? അല്ലാഹു പടച്ച തമ്പുരാ വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെട്ടു പോയ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പണം നീ എങ്ങനാ ചെലവഴിച്ചത്? ആ പണം കൊണ്ട് എന്തൊക്കെയാ നീ ചെയ്തത്? എന്തൊക്കെ പേക്കൂത്തുകൾ കാണിക്കുന്നു പെങ്ങളെ. ഉത്സവപ്പറമ്പിലേക്ക്, പൂരപ്പറമ്പിലേക്ക്, വെക്കേഷൻ സമയത്ത് സർക്കസ് വരുമ്പോ ഭർത്താവ് അയച്ചു തരുന്ന പണം കൊണ്ട് മക്കളെയും കൊണ്ട് സർക്കസ് കാണാൻ പോകുന്നില്ലേ? ഇതൊന്നുമല്ല, ആ ഭർത്താവ് അയച്ചു തരുന്ന നോട്ട് കെട്ടുകൊണ്ട് നിന്റെ മൊബൈലിൽ ചാർജ് ചെയ്തിട്ട് കാമുകന്മാരെ വിളിക്കുന്നില്ലേ? എത്ര രാത്രിയാണ് കാമുകന്മാർക്ക് വേണ്ടി കച്ചവടം ചെയ്തത്? നീ പുറത്തേക്ക് ഇറങ്ങിയപ്പോ, ഓട്ടോ വിളിച്ചു പോയപ്പോ പരിചയപ്പെട്ട ഡ്രൈവറല്ലേ? ടാക്സി വിളിച്ചപ്പോ പരിചയപ്പെട്ട ഡ്രൈവറല്ലേ? ഷോപ്പിങ്ങിന് പോയപ്പോ പരിചയപ്പെട്ട കടയിലെ ഉടമസ്ഥനല്ലേ? അങ്ങനെ റോഡിൽ വെച്ച് കണ്ടവര്, നാട്ടിൽ വെച്ച് സംസാരിച്ചവരുമായ മുഴുവൻ പേരുടെയും മൊബൈൽ നമ്പറുകൾ നിന്റെ ഫോൺ കോളിലേക്ക് കറങ്ങി വരുമ്പോ അവരുടെ കൂടെ രാത്രി പങ്കിടുന്ന, രാത്രി സമയം ചെലവഴിക്കുന്നു വിദേശ രാജ്യത്ത് കഴിയുന്ന ഭർത്താവിന്റെ സ്വപ്നമായ പെണ്ണ്, മോഹമായ പെണ്ണ്, ആഗ്രഹമായ പെങ്ങളെ, ഒരു രാത്രിയെങ്കിലും 3000-ലധികം കിലോമീറ്ററുകൾക്കപ്പുറത്ത് കിടന്ന് കടൽ താണ്ടിപ്പോര് കഷ്ടപ്പെടുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഓർത്തുകൊണ്ട് ഉറക്കമൊഴിക്കാ എന്റെ പ്രിയമുള്ള പെങ്ങളെ നിനക്ക് സാധിക്കുന്നുണ്ടോ? വിദേശ രാജ്യത്ത് കിടന്ന് കഷ്ടപ്പെടുന്ന ഭർത്താവിനെ ഓർത്ത് ഉറക്കമൊഴിയാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഈ കഷ്ടപ്പാടും ദുഃഖവും ദുരിതവും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വീട്ടിൽ നിന്ന് ഭാര്യയുടെ ഫോൺ വരുന്നത്. ഭാര്യ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിക്ക, എത്ര ദിവസമായിട്ട് 2 ദിവസം ഒക്കെ വിളിക്കാതിരുന്നാ ഭയങ്കര പ്രയാസമാണ്. ഇതാണ് പെണ്ണിന്റെ അവസ്ഥ. ഇങ്ങനെയൊക്കെ പറയാം. അത് ഒരുപാട് ഷോപ്പിംഗ് വരുമ്പോഴേ മനസ്സിലാക്കാം എന്തോ വലിയ കാര്യം നീളമുള്ളത് ചോദിക്കാൻ പോവാ. 2 ദിവസം ഫോണിൽ മിസ് കോൾ പോലെ കാണാതിരുന്നപ്പോ ഐഷാന്റെ കൽവങ്ങ് തകർന്നു പോയിക്കാന്നൊക്കെ പറയുമ്പോ ഗൾഫിൽ കിടക്കണം ഞങ്ങളിങ്ങനെ കരഞ്ഞിട്ട് അമ്പോ എന്തൊരു സ്നേഹോ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞു വരുമ്പോഴാ പറയുന്നേ, നമ്മളെ മോള് ഉന്നതമായ വിദ്യാഭ്യാസമൊക്കെ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കല്ലേ, സൈനവാട വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, അരിവാര വീട്ടിൽ കമ്പ്യൂട്ടർ ഉണ്ട്, നമ്മുടെ മോൾക്കും ഒരു കമ്പ്യൂട്ടർ വേണ്ടേ? സ്കൂളിൽ പോകുമ്പോ എല്ലാവരും പറയുന്നു, നിന്റെ ഉപ്പ ഗൾഫിൽ പോയിട്ട് 3-4 കൊല്ലമായില്ലേ, എല്ലാ വീട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ കമ്പ്യൂട്ടർ ഉണ്ട്, നിനക്കിതുവരെ അതുപോലും കേവലം 20,000 രൂപയല്ലേ ഉള്ളൂ, അതുപോലും വാങ്ങാനുള്ള സാമ്പത്തികം നിന്റെ ഉപ്പാക്കില്ലെന്ന് ചോദിച്ച് കളിയാക്കുക. അപ്പൊ ഇയാൾ മറുതലയ്ക്ക് എവിടാ നിൽക്കുന്ന ആർക്കറിയാം? പാവപ്പെട്ടവൻ ഭക്ഷണം കഴിച്ചിട്ട് എത്ര ദിവസമായി കാണും, വെള്ളം കുടിച്ചിട്ട് എത്ര ദിവസമായി കാണും, അവിടെ നിന്നുകൊണ്ട് അയാൾ സമ്മതം മൂടും. രണ്ടാമത് പറയും, മോൻ 2 ദിവസം കൊണ്ട് രാത്രി ഒന്നും കഴിക്കുന്നില്ല. എന്റെ കാരണം അവന് യൂട്യൂബുള്ള മൊബൈൽ വേണമെന്നാ പറയും. മദ്രസ 5-ല്, സ്കൂളിൽ 6-ല്. ഇനി അവന് ഒറ്റ ട്യൂബിന്റെ ആവശ്യമുള്ളൂ, ബാക്കി ട്യൂബൊക്കെ ഉണ്ടാക്കി. ആകെ ഇനി ഈ ട്യൂബ് കൂടെ കിട്ടി അവൻ രക്ഷപ്പെടും. അതാണ് യൂട്യൂബ്. അപ്പൊ മോൻ അങ്ങനെ പറയണം. എനിക്കാണെങ്കിൽ എന്ത്, നമ്മുടെ മക്കളല്ലേ, അപ്പുറത്ത് ആ സുലൈമാക്കട 3 മക്കളല്ലേ, ഇത്രയും വലിയ ട്യൂബും കൊണ്ടാ നടക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ട്യൂബ് ഇല്ലെങ്കിൽ നമുക്കല്ലേ നടക്കേട്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് മാക്സിമം ട്യൂബ് തന്നെ നോക്കുക, ഇല്ലെങ്കിൽ ഒരു ബൾബെങ്കിലും കൊടുത്തേ. താത്താക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല ട്യൂബ് എന്താന്ന്. താത്ത മറ്റേ ട്യൂബ് എന്നും പറഞ്ഞിരിക്കുക. ഇതൊക്കെ വിളിച്ചു പറയാ. ഇതൊക്കെ പറയുമ്പോ പാവപ്പെട്ട അവിടുന്ന് സമ്മതം മൂളും. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു പറച്ചിലുണ്ട്, എന്റെ കടവല്ലൂരിലെ പെങ്ങളെ, ഇനി നിന്റെ ഭർത്താവിനെ ഫോൺ വിളിക്കുമ്പോ ആ ഒരു വാക്ക് നിന്റെ നാവ് കൊണ്ട് പറയാതിരിക്കാൻ വേണ്ടി പറയുകയാ. ഇതുവരെ പറഞ്ഞത് മക്കൾക്ക് വേണ്ടിയല്ലേ, ഇനി പറയുന്നത് ആർക്ക് വേണ്ടിയാ? അടുത്ത ആഴ്ച ആമിനയുടെ മോളെ കല്യാണത്തിന് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ പുതിയ സാരി വാങ്ങിച്ചു പറ്റും. കഴിഞ്ഞ ആഴ്ചയില്
അബൂബക്കർ സാഹിബിന്റെ വീട്ടിൽ നേർച്ചയ്ക്ക് പോയപ്പോൾ ഞാനൊരു കറുത്ത പുള്ളിയുള്ള സാരി ഇട്ടുകൊണ്ട് പോയി. എന്താ അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞെന്നറിയോ? നിനക്ക് എന്നും ഈ സാരി ഉള്ളോടി റംലാന്ന് ചോദിച്ചു. നാണക്കേടായി. 2 ദിവസം ആ സാരി ഇട്ടുകൊണ്ട് പോയപ്പോൾ എന്റെ തൊലിത. അതുകൊണ്ട് എന്റെ ഇക്കച്ചിയല്ലേ കാക്ക് വേണ്ടി ഞാനേ കളർ ബൾബൊക്കെ വെച്ച് ഒരു കാര്യം നടക്കാൻ എന്റെ പെണ്ണെ സമ്മതിച്ചു തന്നേ പറ്റൂ. തൊഴുതു മാറി. എന്തൊരു സംഭവം എന്നറിയോ? കല്യാണം കഴിഞ്ഞ് ഗൾഫിൽ പോണം. അപ്പോഴറിയാം ഒന്നാമത്തെ ലീവിന് വരുമ്പോൾ ബൈക്കിൽ കയറി ഇങ്ങനെ വയറ്റിൽ ഇങ്ങനെ അമർത്തി പിടിച്ച് പോട്ടേക്കാ. അപ്പൊ നല്ല മണം. ഈ താടി ഉണ്ടല്ലോ, താടി ഭർത്താവിനെ ബൈക്ക് ഓടിക്കാൻ സമ്മതിക്കാതെ ഫ്രണ്ടിൽ ഇങ്ങനെ തോളിക്കൂടെ എടുത്തിട്ട് പിന്നെ അവിടെ എങ്ങനെ ഉണ്ട് സെറ്റപ്പ് തണുപ്പാണല്ലേ ചോദിച്ചിങ്ങനെ പോവാ. കടവല്ലൂരോടെ പോകുമ്പോ കാണുന്നവരൊക്കെ പറയും, ഓ അവൻ ഗൾഫിൽ നിന്ന് വന്ന് അവളെ സ്നേഹം കണ്ടോടാ. ഇതാണ് വൈഫ്. 2ാമത്തെ ലീവിന് വരുമ്പോൾ പാന്റിന്റെ ബെൽറ്റിലാണ് പിടിക്കുന്നത്, വയറ്റിൽ പിടിക്കുന്നത്, ബൈക്കിന്റെ പുറകിൽ തന്നെ പാന്റിന്റെ ബെൽറ്റിൽ ഇങ്ങനെ പിടിച്ച് ആ പോട്ടെ. കാരണം എന്താ? പഴയതുപോലെ കൊണ്ടുവന്ന സാരിയുടെ കളറൊക്കെ പോയി. 3ാമത്തെ ലീവിന് വരുമ്പോ പിടുത്തെവിടെയാ? ബൈക്കിന്റെ പുറകിലെ 2 കമ്പിയില. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, സാറേ 4ാമത്തെ ലീവിന് പോണില്ല, ചിലപ്പോ ഇനി അവള് കഴുത്തി പിടിക്കണമെങ്കിലാ. ഇതല്ലേ അവസ്ഥ? ഇത് എന്റെ സഹോദരിമാരെ കുറ്റപ്പെടുത്തിയല്ലേ? പെണ്ണെപ്പോഴും അങ്ങനെയാ. ഇത് ഒരു വിഭാഗത്തിലെ പെണ്ണാണ് പറയുന്നതെങ്കിലോ 2ാമത്തെ വിഭാഗത്തിലെ പ്രിയപ്പെട്ട പെങ്ങൾ പറയുന്നതെന്തെന്നറിയോ? ഒരുപാട് സങ്കടത്തോടെ നൊമ്പരത്തോടെ ആ പെങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും ഞാൻ നമ്മുടെ മണവറയിലേക്ക് നോക്കാറുണ്ട്. എനിക്ക് പണം വേണ്ട, എനിക്ക് പവർ വേണ്ട, എന്റെ പൊന്നാരയ്ക്കയും അടുത്ത് വന്നാ മതി. നിങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോ ഞാൻ ഗർഭവതിയായിരുന്നു. ആ പ്രിയപ്പെട്ട പൊന്നുമോന് 3 വയസ്സ് കഴിഞ്ഞിരിക്കുകയാ. അവൻ വാപ്പാനെ ചോദിക്കുമ്പോ പഴയ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോ എന്നും അവന് സങ്കടം തന്നെയാണ്. എന്നാണ് വരുന്നത് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വിഷമങ്ങളുമെല്ലാം മറന്നുകൊണ്ട് കടന്നിങ്ങ് വരുമോ? 7 ബഹിറും കടന്ന് എന്മാരൻ വരുന്നുണ്ട്, താഴമ്പു മനമൊഴുകും കാറ്റിനും വരുന്നുണ്ട്. 7 ബഹിറും കടന്ന് എന്മാരൻ വരുന്നുണ്ട്, താഴമ്പു മനമൊഴുകും കാറ്റിനും വരുന്നുണ്ട്. മണവറക്കകത്ത് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകിയിട്ട് ആ പ്രിയപ്പെട്ട പെങ്ങളോ ഫോണിലൂടെ പറയും, നിക്കാ സഹിക്കുന്നില്ല, നിങ്ങളെ കാരണമിക്കോ. മണവറയിലെ മധുവിധുവിന്റെ മാധുര്യങ്ങളോ എന്റെ ജീവിതത്തിലേക്ക് പകർന്നു തന്നുകൊണ്ട് കൊതിപ്പിച്ചിട്ട് പറന്നു പോയവനെ സഹിക്കുന്നില്ല. 5000-10000 കിലോമീറ്ററുകൾക്കപ്പുറത്താണെങ്കിൽ പോലും എനിക്ക് കാരണമെന്ന് ആ പ്രിയപ്പെട്ട പെണ്ണ് സങ്കടപ്പെടുമ്പോ ഇതുപോലെ ഒരു സങ്കടമാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് തന്റെ കുടിലിനകത്ത് കിടന്നുകൊണ്ട് പാടിയത്, അല്ലാ തആല ആദല്ലൈലു വസ്വദ്ദ ജാനിബു വറഖനി അല്ലാ ഖലീലൻ യുലാഹിബു ഫവല്ലാഹി ലൗലല്ലാഹി തഖ്ശാ റാഖിബു. ആ പെണ്ണ് പൊട്ടിക്കരന്നുകൊണ്ട് പാടുകയാ. ആരാ കേൾക്കുന്നത്? ഇസ്ലാമിക ചരിത്രത്തിലെ തുല്യതയില്ലാത്ത നീതിപീഠത്തിന്റെ അധിപനെ, ഉടമയെ ഉമർ ഇബ്നുൽ ഖത്താബ്. എടുത്ത സമയത്ത് ചാവക്കാട് അകലാടെന്ന് പറയുന്ന സ്ഥലത്ത് 10000കണക്കിന് പ്രിയപ്പെട്ട രക്തം തിളക്കുന്ന ചെറുപ്പക്കാരിലൂടെ നിശബ്ദ വിപ്ലവത്തിലൂടെ പകർന്നു കൊടുത്തു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അൽഹംദുലില്ലാഹ്, ആ മഹാന്റെ പൊരുത്തം അല്ലാഹു നമുക്ക് തന്നനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടവര് കേൾക്കുകയാ, ആ പെണ്ണിന്റെ പാട്ടർത്ഥമാക്കുന്നതെന്താ? ഒരു ചെറുപ്പക്കാരനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്റെ വികാര പൂർത്തീകരണത്തിന് ഞാൻ ഉപയോഗപ്പെടുത്തുമായിരുന്നു. പക്ഷേ അത് ഹറാമായതുകൊണ്ട് ഞാനതിൽ നിന്ന് ഒഴിവാകുകയാ എന്ന് പറഞ്ഞുകൊണ്ട് ആ പെണ്ണ് പാട്ടുപാടുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് ചെന്നിട്ട്
ഹഫ്സ എന്ന് പറയുന്ന മോളോട് ചോദിക്കുകയാ, എന്റെ പ്രിയപ്പെട്ട ഹഫ്സ മോളെ, ഭർത്താവില്ലാതെ ഒരു പെണ്ണിന് എത്ര നാളാണ് കഴിയാൻ സാധിക്കുന്നത്? വിവാഹം കഴിഞ്ഞു പോയ ഒരു പെണ്ണിന് ഭർത്താവില്ലാതെ എത്ര നാൾ കഴിയാ താമസിക്കും പെണ്ണ്? ആ സമയത്ത് ഹഫ്സ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, 1 മാസമെന്ന് പറഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുകയാ, 2 മാസമെന്ന് പറഞ്ഞപ്പോ വീണ്ടും നോക്കുകയാ. ഹഫ്സ റളിയല്ലാഹു അൻഹ പറയുന്നു, 4 മാസത്തിൽ കൂടുതൽ 4 മാസത്തിൽ കൂടുതൽ ക്ഷമിക്കാൻ ഒരു പെണ്ണിന് വലിയ പ്രയാസമാണെന്ന് പറയുമ്പോ 2 കൊല്ലമാര് ഭർത്താവ് വരുന്നില്ല, 3 കൊല്ലമാര് ഭർത്താവ് വരുന്നില്ല, കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കഴിയുന്ന പെണ്ണ് അല്ലാ തിരുപേരും തുതിയും സോലവാത്തും അതിനാൽ തുടങ്ങുവാ അരുൾ ചെയ്ത വേദാമ്പ്. മഹാന്മാരുടെ മദ്ഹ് പാടിയിട്ട്, മഹാന്മാരുടെ പുണ്യം തേടിയിട്ട്, സ്വലാത്ത് ചൊല്ലിയിട്ട്, ദിക്ർ ചൊല്ലിയിട്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഓതി പാരായണം ചെയ്തുകൊണ്ട് വികാരങ്ങളെ പിടിച്ചു നിർത്തോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മനസ്സ് വെച്ചോ, അതിന് അല്ലാഹു ഭാഗ്യം തരട്ടെ. അങ്ങനെ വിളിക്കുന്ന 2ാമത്തെ ഭാര്യ, ഇക്കാ നിങ്ങളെ കാണണമെന്ന സ്വപ്നങ്ങൾ പറയുമ്പോ വിദേശ രാജ്യത്ത് 70 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട്, 70 നില 80 നില കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട്, ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നുകൊണ്ട് പണിയെടുക്കുന്ന പാവപ്പെട്ടവന്റെ മനസ്സെന്തേ ഒരു ലീവ് ചോദിച്ചിട്ട് അറുതി കൊടുക്കുന്നില്ല, കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ട് പോലും അറുതി കൊടുക്കുന്നില്ല. വേറെ ചില സ്ത്രീകളുണ്ട്, ഭർത്താവ് വന്നാലും കുഴപ്പമില്ല, വന്നില്ലേലും കുഴപ്പമില്ല, ഭർത്താവ് കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, രക്ഷപ്പെട്ടാലും കുഴപ്പമില്ല, എനിക്ക് മാസാമാസം കിട്ടാനുള്ള തുക ഓരോ മാസവും 1-ാം തീയതി തെറ്റാതെ കൃത്യമായിട്ട് കിട്ടണമെന്ന് തീരുമാനിക്കുന്ന പെണ്ണേ, അത് 3ാമത്തെ സൈസ് പെണ്ണാട്. ആ പെണ്ണ് അപകടത്തിന്റെ പെണ്ണാട്, ആ പെണ്ണ് നരകത്തിന്റെ പെണ്ണാട്, ആ പെണ്ണ് കുടുംബത്തെ നശിപ്പിക്കുന്ന പെണ്ണാട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കാലു പിടിച്ചു ചോദിച്ചിട്ട് ലീവ് അടിച്ചു കിട്ടുകയാ. നാട്ടിൽ വരാൻ പോവാണ്, ലീവ് അടിച്ച് കിട്ടി, 2 മാസത്തെ ലീവ് കഷ്ടിച്ച് കിട്ടി, 50 ദിവസം നിന്നിട്ട് തിരിച്ചു കയറാൻ പറഞ്ഞു. നാട്ടിൽ വരുമ്പോ കൂട്ടുകാരെല്ലാവരും കൂടെ കടയിൽ പോയിട്ട് അവന് തുണിയും ഡ്രസ്സും ഒക്കെ എടുത്തു കൊടുക്കും. അത് കൂട്ടുകാരുടെ ഒരു പ്രത്യേകമായ സ്വഭാവ രീതിയാണ്. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ ഡ്രസ്സൊക്കെ എടുത്തു കൊടുത്ത് മക്കൾക്ക് കൊടുക്കാനുള്ള ആകെ കൊണ്ടുവരുന്നത് ചിലപ്പോ ലഗേജ് ഉൾപ്പെടെ എല്ലാം കൂടി ചിലപ്പോൾ ഒരു 50 കിലോ ഉണ്ടാവും. ഈ 50 കിലോ കൊണ്ടുവരുന്നതിൽ 10 കിലോ എവന്റെ സാധനമാണ്. ബാക്കി 40 കിലോയിൽ 10 മലപ്പുറത്ത്, 10 കാസർഗോഡ്, 10 അങ്ങനെ കൊടുക്കാൻ വേണ്ടി പല ജില്ലയിലും കൊടുക്കാനുള്ളത്. ഗൾഫിൽ എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ, നാട്ടിൽ വരികയാണ്, എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോ അവൻ നോക്കും, കൊണ്ടുപോകാൻ വരാത്ത ഒരുപാട് പേരുണ്ട്. 2 മാസം പൈസ അയക്കാതിരുന്നപ്പോ വീട്ടിൽ പോയി മക്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കാത്ത കളവന്മാരുൾപ്പെടെ സകലതുമുണ്ട്. എല്ലാരും നോക്കാണ്, എല്ലാരും സകലരും. കാരണം എന്താ, യവനിങ്ങനെ അത്ഭുതപ്പെടും. ഒരു പരിവാരം തന്നെ ഉണ്ട് അവനെ സ്വീകരിക്കാൻ, ഒരു പരിവാരം തന്നെ. അവരെല്ലാവരും കൂടിയിട്ട് വന്ന് കെട്ടിപ്പിടിച്ച്, അവന് പരിചയമില്ലാത്ത ബന്ധു, നിങ്ങളാരാ? ഏളാപ്പരമോനെ. ആ ശരി. എന്തിനാണെന്നറിയോ? വലിയ പെട്ടി കൊണ്ടുവന്നു, എല്ലാവരും അതിലാ നോട്ടം. ഇപ്പൊ പിന്നെ പഴയതുപോലെ ഗൾഫിന്റെ പെട്ടിയിൽ അർത്ഥമില്ലാന്ന് പലർക്കും അറിയാം. എങ്കിലും ആ പെട്ടി കൊണ്ടുവന്നു. വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവന്റെ സഹോദരിമാർ, അവന്റെ കുടുംബക്കാർ, അവന്റെ കൂട്ടുകുടുംബാദികൾ മുഴുവൻ പേരും അവന്റെ ചാരത്ത് വരികയാ. പെട്ടുപൊട്ടിക്കുന്ന പഴയകാലത്തെ ഒരു നിയമമുണ്ട്, സഹോദരിമാരെ മുഴുവനും മുമ്പ് വെച്ചുകൊണ്ടാ. അവന്റെ സഹോദരിമാരെ, ഭാര്യയും അമ്മായി ഇല്ലെങ്കിലും സഹിക്കാം, അവന്റെ സഹോദരിയെ പെട്ടി പൊട്ടിക്കുമ്പോ വിളിച്ചില്ലെങ്കിലാണ് പറയും. അവനിപ്പോ നമ്മളൊന്നും വേണ്ട, പണ്ട് എത്ര നെല്ലിക്ക പറിച്ചു കൊടുത്തതാ. സ്കൂളിൽ പോകുമ്പോ ഇത്താന്ന് വിളിച്ച, അല്ലാഹുവേ എന്റെ മാപ്പിളയും പോ, ഇങ്ങനെ പറഞ്ഞൊരു ശ്വാസം വിട്ടാണ്ടല്ലോ കൊണ്ടുവന്ന പെട്ടി ഇരുന്ന് കത്തും. എന്റെ താത്തമാരെ അങ്ങനെ ശ്വാസം വിടല്ലേ, പാവം ജീവിച്ചോട്ടെ, കിട്ടിയില്ലെങ്കിൽ സാരി കിട്ടിയിരുന്നല്ലേ ഉള്ളൂ. അപ്പൊ ഇതുപോലെ ഗൾഫിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ ജൂക്കാലിയും കോടാലിയും ഒക്കെ അങ്ങനെ ഓരോന്ന് കൊടുത്ത് ഉമ്മായെ വിളിക്കും. ഉമ്മ, ഓ നിങ്ങളെല്ലാവർക്കും പുറത്ത് കൊടുക്കുക, എനിക്കൊന്നും വേണ്ടേ, കാരണം എല്ലാവർക്കും ജൂക്കാലിയും കോടാലിയും ആണെന്ന് ഉമ്മാക്ക് മനസ്സിലായി. അപ്പോ വൈഫ് പറയും, ഇത് പറയുമ്പോ മാമി പുതിയൊരു പർദ്ദ എടുത്തിട്ട് ഉമ്മ കൊണ്ട് കൊടുക്കും.
ഇതെല്ലാം കഴിഞ്ഞ് ഓരോന്ന് പൗത്ത് വെക്കുമ്പോ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന തേയിലേക്ക് ഇട്ട് ചായ കുടിച്ചുകൊണ്ട് ഒരു ചർച്ച ഉണ്ട്. എന്താണെന്നറിയോ? അവൻ കൊണ്ടുവന്നില്ലേ ഒരു പച്ച കയറിട്ട് കെട്ടിയ പെട്ടിയുണ്ട്, അത് പൊട്ടിച്ചില്ലല്ലോ. അല്ലോ വല്ലാത്ത കണ്ണ. ഇങ്ങനെ നോക്കിട്ട് അത് പൊട്ടിച്ചില്ല. അപ്പോ അടുത്തിരിക്കുന്ന സഹോദരി പറയും, അത് അവന്റെ അവക്കുള്ളതായിരിക്കും, പെണ്ണിന് കൊടുക്കണ്ടേ ഒന്നും. അവൾ ആരാന്നറിയോ? മോള് കല്യാണം കഴിഞ്ഞ അന്ന് പോലും മൊത്തം ഊറ്റി അങ്ങ് എടുക്കാൻ ഇതുപോലൊരു സാധനം എന്ന് പറഞ്ഞ് പെണ്ണുങ്ങളെ നാക്കുകൊണ്ടങ്ങോട്ട് പറഞ്ഞാൽ അവന്റെ റിട്ടേൺ ടിക്കറ്റ് വരെ ക്യാൻസൽ ആവും. പിന്നെ പോകാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ആ തരത്തിൽ കഷ്ടപ്പെടുന്നവരാ, ആ തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരാ പാവപ്പെട്ട ഗൾഫുകാർ. നിങ്ങളെന്തേ ചിന്തിക്കാറുള്ളത്? നിങ്ങൾക്ക് ഒന്നുമില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പിണങ്ങരുത്. ഉമ്മ ആകെർക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. പിണങ്ങല്ല ഉമ്മ, പിണങ്ങല്ല ഉമ്മ. നിന്റെ പൊന്നുപോലും ജീവനോടെ വന്നില്ലേ, ആരോഗ്യത്തോടെ വന്നില്ലേ, എല്ലാവർക്കും കൊടുക്കട്ടെ ഉമ്മ. നിനക്കൊന്നുമില്ലെങ്കിലും കുഴപ്പമില്ല. ആ പ്രിയപ്പെട്ട പൊന്നുമോനോട് നീ പറയണം, മോന് ഉമ്മച്ചയ്ക്ക് ഒന്നും തന്നില്ലേലും പൊരുത്തമാനടാ, പൊരുത്തമാനടാ. ആ ഒരു വാക്ക് മനസ്സിൽ വെറുപ്പ് വെച്ചുകൊണ്ടല്ല, തുറന്ന മനസ്സോടുകൂടി പറയാ എന്റെ പ്രിയപ്പെട്ടവരെ നിനക്ക് സാധിക്കുമോ? പിന്നെ ചില പെണ്ണുങ്ങൾക്ക് ഭർത്താവ് വന്നു കഴിഞ്ഞാലുള്ള ജോലി എന്താ? ഇനി പോകുമ്പോ ഞാനും വരിക. എല്ലാ കൂട്ടുകാരികളോടും ഞാൻ പറഞ്ഞതാ, ഒരു വർഷം കല്യാണം കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോ എന്നെ കൊണ്ടുപോകും. ഏതി കെട്ടപ്പം പറയാ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു. എല്ലാരെയും വിളിച്ച് മൊബൈൽ ചാർജ് ചെയ്തു, പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തു, പാസ്പോർട്ടിന് അപേക്ഷ മൊത്തം വിളിച്ചു പറഞ്ഞു. പാസ്പോർട്ട് അപേക്ഷ 40 ദിവസം കൊണ്ട് കിട്ടാനുള്ളത് 400 ദിവസമായിട്ടും കിട്ടുന്നില്ല. അത്രയ്ക്കല്ലേ വീമ്പളക്കി. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് പാസ്പോർട്ട് കിട്ടി. ഭർത്താവിന്റെ കൂടെ പോവാ. ഭർത്താവിന്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ പോവുകയാണ്. എന്തോ ഒരു ഒരുക്കമാണ് പെങ്ങളെ, ഒരുക്കമാണ്. അതിനു മുമ്പൊരു കാര്യം പറയട്ടെ. അവന് ഭക്ഷണം കഴിക്കാൻ പോലും ചിലപ്പോ അവിടുത്തെ ശമ്പളം തികയുന്നില്ലായിരിക്കാം. നല്ലതുപോലെ അന്വേഷിക്കാതെ പോകല്ല മോളെ, പോകല്ല മോളെ. പേരിന് വേണ്ടി അവിടെ പോയിട്ടെന്താ, പവറിന് വേണ്ടി അവിടെ പോയിട്ടെന്താ, ഗമയ്ക്ക് വേണ്ടി അവിടെ പോയിട്ടെന്താ. അങ്ങനെ വിദേശ രാജ്യത്തേക്ക് പ്രിയപ്പെട്ട ഭാര്യയും കൊണ്ടുപോയിട്ട് എടുത്ത സമയത്ത് അബൂദാബിയിൽ നടന്ന ദുരന്തം കണ്ടില്ലേ? ഭാര്യയെ നോക്കാൻ വേണ്ടി കൂടെ കൊണ്ടുപോയി. ആകെ കിട്ടുന്ന 2000 രൂപ വാടക കൊടുക്കാൻ പോലും തികയുന്നില്ല. ഇന്നലെ വരെ താമസിച്ചിരുന്ന ചെറിയ ഇടുങ്ങിയ റൂമിന്റെ അകത്ത് ഭാര്യയെ കൊണ്ട് കിടത്താൻ പറ്റൂല. ഭാര്യ വിളിച്ച് നാട്ടിലൊക്കെ പറയുന്നത് നാണക്കേടല്ലേ. അതുകൊണ്ട് പലിശയ്ക്ക് പണമെടുക്കുകയാ. ഏറ്റവും എളുപ്പത്തിന് പലിശയ്ക്ക് പണമെടുക്കാൻ പറ്റുന്ന രാജ്യം അത് ഗൾഫ് തന്നെയല്ലേ ചെറുപ്പക്കാരാ, ഗൾഫ് തന്നെയല്ലേ. 1000 രൂപ കൊടുത്തിട്ട് 10000 രൂപ വാങ്ങിയിട്ട്, 10000 രൂപ കൊടുത്തിട്ട് 50000 രൂപ വാങ്ങിയിട്ട് പലിശയിലൂടെ വളർന്നു പന്തലിക്കുന്ന ഒരു വിഭാഗം ഇന്ന് വിദേശ രാജ്യത്തുണ്ട്. അതുകൊണ്ട് തന്നെ 70 കൊട്ടാരത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് 2.5 വയസ്സുള്ള പ്രിയപ്പെട്ട കുഞ്ഞിൽപ്പെടെയുള്ള കുടുംബം സ്വർഗം പണിയാൻ വേണ്ടി വിദേശത്തേക്ക് കൊണ്ടുവന്ന പ്രിയപ്പെട്ട ഭാര്യ അതാ കൊട്ടാരത്തിന്റെ മുകളിൽ നിർത്തിയിട്ട് താഴേക്ക് ചാടുകയോ. ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾക്ക് നടുവിലേക്ക് ചതഞ്ഞെറിഞ്ഞുകൊണ്ട് 70-80 നില കെട്ടിടത്തിന്റെ ഏറ്റവും മുകൾ പരപ്പിൽ നിന്ന് ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു പോയ എത്ര കുടുംബങ്ങളാ. അതുകൊണ്ട് വിദേശമെന്ന് കേൾക്കുമ്പോ, ഗൾഫെന്ന് കേൾക്കുമ്പോ മനസ്സ് വല്ലാറ് പറക്കണ്ട പെണ്ണേ. നിന്റെ ഭർത്താവിന് മാന്യമായ ജോലിയാണെങ്കിൽ, നല്ല ശമ്പളമാണെങ്കിൽ അൽഹംദുലില്ലാഹ് പൊരുത്തത്തോടെ പോകാതിറങ്ങിക്കോ. ഇനി പ്രിയപ്പെട്ട ഭാര്യയെ കൊണ്ടുപോകുമ്പോ ഒരു കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. സുഖമില്ലാത്ത നിന്റെ ഉമ്മയെ നീ ഒറ്റപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ. നോക്കാനാളില്ലാതെ, സഹായിക്കാനാളില്ലാതെ നിന്റെ പ്രിയപ്പെട്ട മാതാവിനെ നീ ഒറ്റപ്പെടുത്തല്ലേ ചെറുപ്പക്കാരാ. ഇതെല്ലാം കഴിഞ്ഞ് അങ്ങനെ പോയും വന്നമാര് 5-50 കൊല്ലമങ്ങ് കഴിഞ്ഞു പോയാ സുബ്ഹാനല്ലാഹ്. ഗൾഫുകാരന് ഏറ്റവും അധികം വെറുപ്പുള്ള വാക്യം തന്നറിയോ? ഭാര്യയും മക്കളും ഒരിക്കലും അത് ചോദിക്കരുത്. ഏറ്റവും അധികം വെറുപ്പുള്ള വാക്ക്, ഇനി എന്നാണ് ഉപ്പാ പോകുന്നത് എന്ന്. ഈ ചോദ്യം മക്കൾ ചോദിച്ചാൽ വാപ്പാടെ കൽബ് പൊട്ടിപ്പോകും. വാപ്പച്ചിന് എന്നാ പോകുന്നേ? വന്നതേ ഉള്ളൂ, 1 ദിവസമായി. വാപ്പച്ചിന് എന്നാ പോവാ? അപ്പൊ ഉമ്മ അടുക്കളെന്ന് പറയും, വാപ്പച്ചി 1 ആഴ്ച കഴിയുമ്പോ പോകും. മക്കളെ വിശ്വസിക്കും.
ഉമ്മ അടുക്കളയിൽ നിന്ന് മറുപടി കൊടുക്കുക. അപ്പൊ ഉമ്മയുടെ ആഗ്രഹം മനസ്സിലായി, ഒരിക്കലും ചോദിക്കും, സന്തോഷമായിട്ട് വരട്ടെ പോട്ടെ, അൽഹംദുലില്ലാഹ്. എങ്ങനെയെങ്കിലും ഞാൻ പറയുന്നു, കഴിവിന്റെ പരമാവധി ആ വിദേശ രാജ്യത്തുള്ള ജീവിതം നിർത്താൻ പറ്റുമെങ്കിൽ മാന്യമായ ഒരു ബിസിനസ് നാട്ടിൽ തുടങ്ങി നിർത്താൻ പറ്റുമെങ്കിൽ നിർത്താം. കാരണം എന്താണെന്നറിയോ? വളരെ നഷ്ടമാണ്. അവസാനം നിങ്ങൾക്ക് കിട്ടുന്ന 3 കാര്യമാണ് ഗൾഫുകാരൻ. 1 ഷുഗർ, 2 കൊളസ്ട്രോൾ, 3ാമത്തത് കഷണ്ടി. 3ാമത്തെ ഉറപ്പായിട്ടും കിട്ടും. ആദ്യത്തെ 2 വന്നില്ലെങ്കിൽ ഇത് 3 കിട്ടി വീട്ടിൽ വരുമ്പോ ഫ്രണ്ടിൽ പാപ്പവാർക്ക് ഇരിക്കാൻ വേണ്ടി കുടുംബപരമായിട്ട് ഇട്ടിരുന്ന ഒരു ചാരുകസേരയുണ്ട്. ആ ചാരുകസേര മക്കളെടുത്ത് ഇന്ന് പിന്നെ ആടും കോഴിയും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുറകിൽ കൊണ്ടിട്ടിരിക്കും. ഗൾഫിൽ നിന്ന് വരുന്ന വാപ്പാക്ക് അവിടെ വിശ്രമിക്കാം, ബാക്കി കാര്യങ്ങളൊക്കെ മക്കൾ നടത്തും. സന്തോഷത്തോടുകൂടി ജീവിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് എല്ലാം നിർത്തി നാട്ടിലേക്ക് വരുമ്പോൾ പിന്നെ അവനെ നിയന്ത്രിക്കേണ്ടത് അവന്റെ മക്കളാണ്. ഒരു ഗ്ലാസ് ചായ കുടിക്കണമെങ്കിൽ മക്കളുടെ അനുവാദം. എവിടെയെങ്കിലും പോകണമെങ്കിൽ കല്യാണത്തിനൊക്കെ മക്കൾ ഒരുങ്ങി പോകുമ്പോൾ വാപ്പായ എവിടെ കിടത്തുകയാണ്. വാപ്പായെ കൊണ്ടുപോയാൽ ഇമേജ് കുറവല്ലേ, നഷ്ടമാവുകയില്ലേ, തനിക്കുണ്ടായ അന്തസ്സിന് കോട്ടം സംഭവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് ഇത് മാത്രമാണ് ഗൾഫുകാരനെ കിട്ടുന്നതെങ്കിൽ ഇന്നു മുതൽ ആ ഗൾഫുകാരന് അതല്ല കിട്ടാനുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ തീരുമാനിക്കണം. ഇന്നു മുതൽ അവർക്കതെല്ലാം കിട്ടാൻ പോകുന്നു. ഇന്നു മുതൽ അവർക്കതെല്ലാം കിട്ടാൻ പോകുന്നു. നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹം. ഒരു സഹോദരൻ പറഞ്ഞു, 2 മാസത്തെ ലീവിന് നാട്ടിൽ വന്നിട്ട് ഉസ്താദേ 49 ദിവസം എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പിണക്കമായിരുന്നു. എന്തിനാ, എങ്ങനെ സാധിക്കുന്നു പെങ്ങളെ? ബാക്കിയുള്ള 4, 5, 6, 7 ദിവസം കൂട്ടുകാർക്ക് ഞെടോ കൊടുക്കാനും ലഡു കൊടുക്കാനും ഒക്കെ പോകണം. ഗൾഫിൽ നിന്ന് വരില്ലേ? ആകെ വീട്ടിലുള്ള 40 ദിവസം ഭാര്യ പിണങ്ങുകയാണ്. അവളും വാശി കാണിക്കുകയാണ്, മർക്കടമുഷ്ടി കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ആഖിറം ഓർക്കണം. പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോടൊരു കാര്യം കൂടി പറയുകയാണ്. ഗൾഫ് രാജ്യത്ത് പോയി ഭാര്യ ചോദിക്കുമ്പോഴെന്തും അയച്ചു കൊടുക്കുന്ന, ഭാര്യ ആവശ്യപ്പെടുന്നതെന്തും അയച്ചു കൊടുക്കുന്ന എന്റെ പ്രിയപ്പെട്ട പ്രവാസികളെ, അള്ളാഹു നിനക്ക് തന്ന അനുഗ്രഹത്തെക്കുറിച്ച് നാളെ ചോദിക്കുമ്പോ അതിന് മറുപടി പറയാ എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് സാധിക്കുമോ? എന്തിനാ നിന്റെ ഭാര്യക്ക് പൈസ അയച്ചു കൊടുത്തത്? ചോദിച്ചത് കൊണ്ട് ആകാശമിടഞ്ഞ് വീഴത്തില്ല. എന്റെ പെങ്ങന്മാരോട് പറയുന്നു, കഷ്ടപ്പാടും കണ്ണീരുമായി കഴിയുന്ന പ്രിയതമനു ഇന്ന് മുതൽ ഇന്നലെ വരെ കൊടുക്കാത്ത സ്നേഹത്തിന്റെ പ്രപഞ്ചം മണിഞ്ഞു കൊടുക്കാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ തീരുമാനിക്കുക. ദേശരാജ്യത്ത് കഴിയുന്ന ഭർത്താവിന്റെ നൊമ്പരം നല്ലതുപോലെ മനസ്സിലാക്കിയ, സങ്കടം നല്ലതുപോലെ മനസ്സിലാക്കിയ, ഞാൻ ചോദിക്കട്ടെ, നീ ആവശ്യപ്പെടുന്നതെല്ലാം നിനക്ക് തരുന്ന, നീ ചോദിക്കുന്നതെല്ലാം നിനക്ക് തരുന്ന പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി വേറൊന്നും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട പെങ്ങള്, വേറൊന്നും മനസ്സുകൊണ്ട് ചിന്തിക്കേണ്ട പെങ്ങള്. എന്റെ ഭർത്താവ് വിദേശത്താണ്, നല്ല ജോലിയാകട്ടെ, എന്നാലും തിരിച്ചു വരുന്നത് ഫ്ലൈറ്റിലല്ലേ. നിങ്ങളെ നല്ലതുപോലെ വന്ന് കാണാ, നമ്മുടെ മക്കളെ വാരിപ്പുണരാ. വേദനിക്കുന്ന ഗൾഫുകാരന്റെ വേദനിക്കുന്ന മനസ്സിന് പരിഹാരമുണ്ടാക്കാ. ഈ സദസ്സിലിരിക്കുന്ന സഹോദരിമാരോട് ചോദിക്കുകയാ, ഇന്ന് വരെ നൗഷാദ് വാക്കവി ഗൾഫുകാർക്ക് വേണ്ടി 2.5 മണിക്കൂർ 3 മണിക്കൂർ പ്രസംഗിച്ചിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ട് മൈക്കിന് 1-2 തകരാറുണ്ടായിരുന്നിട്ട് പോലും ആ തകരാറ് വകവയ്ക്കാറ്, അടഞ്ഞു പോകാറിന്റെ ശബ്ദം അടഞ്ഞു പോകുമോ എന്ന പേര് പോലും മനസ്സിലില്ലാറ് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ എങ്ങനെ വിളിച്ചു പോകുന്നതെന്തിനെന്നറിയോ? ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു പെണ്ണ് പോലും ഇനി കടവല്ലോരുണ്ടാവല്ല പെങ്ങളെ, ഉണ്ടാവല്ല പെങ്ങളെ. വിദേശ രാജ്യത്ത് കിടന്ന് എല്ലുപറിയ പണിയെടുക്കുന്ന ഭർത്താവിന്റെ പൈസ കൊടുത്തുകൊണ്ട് കാമുകനെ ഫോൺ വിളിക്കുന്ന ഒരു പെണ്ണ് പോലും ഇനി ദുനിയാവിന്റെ പൊലിച്ചുറപ്പുണ്ടാവാൻ പാടില്ല. ആ പെണ്ണിന്റെ ആദാബ് വളരെ വലുതാ. ദുആ ചെയ്തുകൊണ്ട് കണ്ണേ പൊന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിക്കുന്ന ആ ഭർത്താവിനെ വഞ്ചിക്കാ മനസ്സ് കാണിക്കല്ല പെങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതായാലും വിജയിപ്പിക്കട്ടെ. 11 സലാത്ത് മസ്ജിദുൻ നബവിയെ മനസ്സിൽ പതിപ്പിച്ചുകൊണ്ട് ചെല്ലുക. അല്ലാഹു ഖബൂലാക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു
الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد അല്ലാഹുവേ കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ സാധുക്കളും പാപികളുമായ ഞങ്ങളുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ചൊല്ലിയ മുഴുവൻ സ്വലാത്തുകളും നീ ആ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹുവേ അതിന്റെ ബറക്കത്ത് കൊണ്ട് മദീനത്തെത്താനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്കും തരണേ അല്ലാഹുവേ പടച്ചവനെ ഈ സാധുവായ സഹോദരന്റെ മാതാപിതാക്കളെയും കൊണ്ട് ഹജ്ജിനും ഉംറയ്ക്കും പോകണമെന്ന് കൊതിയുണ്ട് റബ്ബേ. ഉപ്പാക്കതിനുള്ള ആരോഗ്യമില്ല റബ്ബേ. എന്റെ ഉമ്മയെങ്കിലും കൊണ്ട് ഉംറയ്ക്ക് പോകാൻ നീ തൗഫീക്ക് തരണേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത പാവപ്പെട്ട ഉമ്മായ മക്കയിലും മദീനയിലും കൊണ്ടുപോയി ഹജർ അസ്വദിലേക്ക് അവരുടെ ചുണ്ടുകൾ ചേർത്ത് വെപ്പിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ റഹ്മാനെ, തരണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കളുടെ പൊരുത്തവും ഗുരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹുവേ സാധുക്കളും പാപികളുമായ ഞങ്ങളുടെ സർവ്വ തെറ്റുകളും നീ പുറത്തു തരണേ വിദേശ രാജ്യത്ത് കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹുവിടെ കഷ്ടപ്പാടിന് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹുവേ സന്തോഷത്തോടെ വിദേശത്തേക്ക് പോലെ ഞങ്ങളുടെ കൂടപ്പുറപ്പുകൾ, ഞങ്ങളുടെ സഹോദരങ്ങൾ, ഞങ്ങളുടെ കൂട്ടുകാർ അല്ലാഹുവിടെ മയ്യത്ത് തിരിച്ചു കൊണ്ടുവരുന്ന അവസ്ഥ വരുത്തല്ലേ വിശിഷ്ടായി അടുത്ത സമയത്തിന്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പാര ഹാരിസ് എന്ന സഹോദരൻ അബൂദാബിയിലേക്ക് പോയിട്ടുണ്ട്. അല്ലാഹുവേ ആ സഹോദരനെ രക്ഷപ്പെടുത്തണേ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ ഭാര്യ, മക്കള് അല്ലാഹുവേ അദ്ദേഹത്തിന്റെ കുടുംബക്കാര്, കൂട്ടുകാര് ഈ സദസ്സിലുണ്ട് റബ്ബേ. അവർക്ക് മുഴുവനും അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തകരാറ് വന്നവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ട്. രോഗശാന്തി കൊടുക്കണേ 18 വയസ്സുള്ള പെൺകുട്ടിക്ക് പെട്ടെന്ന് ക്യാൻസർ പടർന്നുപോയി ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ ഭയന്നുകൊണ്ട്, അതിനെ പേടിച്ചുകൊണ്ട്, അതിനോട് കാവല് ചോദിച്ചുകൊണ്ട് ആ പെൺകുട്ടിയുടെ രോഗം നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ പടച്ചവനെ. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളിയിൽ നിന്ന് വാഹനത്തിൽ 4-5 എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ട് റഹ്മാനെ. ഷാജിയെ പോലെ, നുജൂമിനെ പോലെ, നിസാമിനെ പോലെ, സിയാദിനെ പോലെ അല്ലാഹുവേ മുഴുവനും നീ അനുഗ്രഹം കൊണ്ട് പുതിയണേ അവരൊക്കെ സാധുക്കളാണ് റബ്ബേ. നിന്റെ ദീൻ വളരുന്നതിന് വേണ്ടി, നിന്റെ സുന്നത്ത് ജമാഅത്ത് ഉയരുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്നവരാ. അവരൊക്കെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ സദസ്സിൽ ഒരുപാട് ദൂരങ്ങളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട്. ഓരോ സ്ഥലവും ഞാൻ എടുത്തു പറയുന്നില്ല റഹ്മാനെ. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ എന്റെ കൂടെ വന്ന സുഹൃത്തുക്കൾ, എന്റെ കൂടെ വന്ന ഉസ്താദുമാർ അല്ലാഹു ഇവരെ മുഴുവനും നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ പടച്ചവരെ. നാളെ ഷൊർണൂർ ചെറുതുരുത്തിയുടെ ഭാഗത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും സാധുവാര പെൺകുട്ടിയുടെ നിക്കാഹിൽ നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹുവേ. ഒരുപാട് സഹോദരങ്ങളിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് സ്വർണം വാങ്ങിക്കൊണ്ട് കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് കൊണ്ട് കൊടുത്തു റഹ്മാനെ. സർവ്വവിധ ഐശ്വര്യങ്ങളും ആ കുടുംബത്തിൽ നീ ചൊരിഞ്ഞു കൊടുക്കണേ ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോലെ പിതാവിന്റെ ഖബർ വിശാലമാക്കണേ അല്ലാഹുവേ പടച്ചവനെ. എന്റെ പ്രിയ സുഹൃത്തുക്കളായ കോയാത്തങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. ദീർഘായുസ് കൊടുക്കണേ ദീനീ പ്രവർത്തനങ്ങളെ വിജയിപ്പിക്കണേ ഷാഫി എന്ന് പറയുന്ന എന്റെ പ്രിയ സുഹൃത്തിന് ദീർഘായുസ് കൊടുക്കണേ കുടുംബത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലാഹു. അതുപോലെ പേരെടുത്തു പറഞ്ഞാ നേരം പുലരുവോളം പറഞ്ഞാലും തീരാത്ത എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മജ്‌ലിസിലുണ്ടല്ലോ അല്ലാഹുവേ. ബൈക്കോടിച്ചുകൊണ്ട് ഇതിന്റെ വിജയത്തിന് വേണ്ടി കൊല്ലത്തിലെന്ന് ഇവിടെ എത്തി എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ അല്ലാഹുവേ പടച്ചവനെ. അവരൊക്കെ ചെയ്യുന്ന ദീനീ പ്രവർത്തനത്തിനോടുള്ള താല്പര്യത്തിന് അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാഹുവേ. അതിന് പകരം ഞങ്ങൾക്ക് നിന്നോട് ചോദിക്കാനുള്ളത് അല്ലാഹുവേ, ഞങ്ങളുടെ ജനങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാം മറന്നു പോകുന്ന ഖബറുണ്ട് റബ്ബേ. എത്ര പ്രവർത്തിച്ചാലും എത്ര സ്നേഹിച്ചാലും 3 ദിവസം കഴിയുമ്പോ പിന്നെ 3ാമത്തെ കഴിയുന്നതോടുകൂടി അവരൊക്കെ ഞങ്ങളെ മറക്കുകയാ. ആ സമയത്ത് അല്ലാഹുവേ നിന്റെ പൊരുത്തവും നിന്റെ സ്നേഹവും നിന്റെ സഹായവും ഞങ്ങൾക്ക് നിർബന്ധമാക്കി തരണേ അല്ലാഹുവേ. കാളമ്പാടി ഉസ്താദിന്റെ ഖബർ സ്വർഗീയാരാമമാക്കണേ അല്ലാഹുവേ. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആലിമീങ്ങൾ സയ്യിദന്മാര് കൽബ് പൊട്ടിക്കൊണ്ട് നിസ്കാരം നിർവഹിച്ചപ്പോൾ അല്ലാഹുവേ കൊതിച്ചു പോയ റബ്ബേ. അങ്ങനെയുള്ള ഉസ്താദുമാര് ഞങ്ങൾക്ക് ഇനിയുമുണ്ട്. ദീർഘായുസ് കൊടുക്കണേ
ഞങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുനാഥനായ കാപ്പിൽ ഉമർ ഉസ്താദ്, അള്ളാഹുവെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഗുരുനാഥനാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അധികം മനസ്സ് കീഴ്പ്പെടുത്തി പോരാ ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആരോഗ്യം കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അവരുടെ മനസ്സിന്റെ ഒരു ചെറിയ പൊരുത്തക്കേട് പോലും അറിവില്ലാത്ത ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, കളമ്പാടി ഉസ്താദ് ബാക്കി വെച്ചിട്ട് പോയ പ്രവർത്തനങ്ങൾ വാരിപ്പുണരാറുള്ള ഭാഗ്യം ഞങ്ങളുടെ സുന്നത്ത് ജമാഅത്തിന്റെ ഉസ്താദുമാർക്ക് നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ അഹ്ലു ബൈത്തിനെ ഇഷ്ടപ്പെടാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ പാണക്കാട് കുടുംബത്തെ ആദരിക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരു പരമ്പരയിലും പെട്ട സയ്യിദന്മാരെയും തങ്ങന്മാരെയും കുറ്റപ്പെടുത്തുന്നവരാക്കി ഞങ്ങളെ മാറ്റല്ല അല്ലാ. അല്ലാഹുവേ അവരൊക്കെ ഉന്നതമായ പദവിയിലെത്തിയവരാണ്, ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവരാണ് റബ്ബേ. അല്ലാഹുവിന്റെ പൊരുത്തം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഈ സദസ്സിലേക്ക് വന്ന ബഹുമാനനായ കീക്കോട്ട് ഞങ്ങൾക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈമാനോടുകൂടി അല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാ. ബഹുമാനപ്പെട്ട മദനി ഉസ്താദിന് മോചനം കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ പൊന്നുമോൻ 3 ദിവസം മുമ്പ് വന്ന് കണ്ടു, ഉസ്താദേ എന്റെ ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം മദനി എന്നും പറയുമ്പോ ജനങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്റെ ഉപ്പാന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിൽ കരുതിയിട്ടെങ്കിലും നിങ്ങൾ ദുആ ചെയ്യണം. വാപ്പ ജീവിച്ചിരിക്കുമ്പോ യതീമായ ഞങ്ങളുടെ സഹായം, ഞങ്ങളുടെ കണ്ണീര് ഉസ്താദ് കാണണമെന്ന് പറഞ്ഞ ആ പാവപ്പെട്ട മക്കളെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജനങ്ങൾ നിറഞ്ഞു കവിഞ്ഞു പോലെ ഈ സദസ്സിൽ ഒരാളുടെയെങ്കിലും ആമീനെ പരിഗണിച്ചുകൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നീ സ്വീകരിക്കണേ അല്ലാ. നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞങ്ങളുടെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്നത്. അല്ലാഹു അത് എളുപ്പമുള്ള മാർഗമല്ലെന്നറിയാൻ പടച്ചവനെ, അല്ലാഹു അതിന് നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ റഹ്മാനെ, തിരഞ്ഞെടുക്കണേ പടച്ചവനെ. ഈ സദസ്സിലുള്ള ബഹുമാനപ്പെട്ട ദാരിമി ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹല്ലിന്റെയും സംഘടനയും പ്രവർത്തകരായ പ്രിയപ്പെട്ട മുഴുവൻ സഹോദരങ്ങളെയും അനുഗ്രഹിക്കല്ലാ. എന്റെ കൂട്ടുകാരൻ സലീം റഷാദി ഉസ്താദിന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അദ്ദേഹത്തിന്റെ ചികിത്സക്ക് അല്ലാഹുവേ നല്ല ഫലം നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ പ്രഭാഷണം കഴിഞ്ഞ് ഞാൻ ഇന്ന് പോകുന്നത് വരവൂരി മഖാമിലേക്കാണ്. ആ മഖാമിനെ നീ പ്രകാശിപ്പിക്കണേ അല്ലാ. അവിടെ പൊരുത്തം അറിവില്ലാത്ത ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സുകൾ നിന്നെ ഓർക്കുന്ന മജ്‌ലിസുകളാക്കണേ അല്ലാ, നിന്റെ പൊരുത്തമുള്ള മജ്‌ലിസുകളാക്കണേ അല്ലാ. എല്ലാം മറന്നുകൊണ്ട് വിദേശ രാജ്യത്തിൽ നിന്ന് കഷ്ടപ്പെടുന്ന ദീനിന്റെ കാര്യം പറയുമ്പോ ഉസ്താദേ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് കഷ്ടപ്പെടുന്ന സഹോദരങ്ങൾക്ക് സാമ്പത്തിക നഷ്ടം നീ ഒരിക്കലും കൊടുക്കല്ല അല്ലാ. എന്തൊക്കെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എഴുതിയിട്ട് ദുആ ചെയ്യാൻ അറിയിച്ചിട്ടുണ്ടോ പടച്ചവനെ, അതൊക്കെ നീ നടത്തി കൊടുക്കണേ അല്ലാ. പന്നിത്തടത്ത് പ്രഭാഷണം കഴിഞ്ഞ് വിട്ടെന്ന് ഞാൻ കാസർഗോഡേക്ക് പോയപ്പോ പന്നിത്തടത്ത് നിന്ന് കുറച്ച് ചെറുപ്പക്കാര് കാസർഗോഡ് വന്നിരുന്നു റഹ്മാനെ. അല്ലാഹു അവർക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവിടെ കുടുംബത്തിൽ നിന്ന് സുഖമില്ലാതെ കഴിയുന്ന കുഞ്ഞിന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹു ഈ സംഘടനയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകന്റെ കുടുംബത്തിലെ ഒരു ഉമ്മ 4 മാസമായി അല്ലാഹുവേ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്. ആ പ്രയാസം നീ മാറ്റിക്കൊടുക്കല്ല. അകലാട് പ്രഭാഷണത്തിന് പോരപ്പോ 5ാമത്തെ വയസ്സിൽ വണ്ടി ഇടിച്ചു തെറിപ്പിച്ചിട്ട് 6 വർഷമായിട്ട് അല്ലാഹുവേ ചലിക്കാതെ നടക്കാതെ ചിരിക്കാതെ ഒരു കിടപ്പിൽ കിടന്നുകൊണ്ട് മലമൂത്ര വിസർജനം നടത്തുന്ന കണ്ടാൽ ഭയന്നു പോകുന്ന അകലാട് പ്രദേശത്തുള്ള അബ്ദുൽ ബാസിത്ത് എന്ന പൊന്നുമോന് ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആവശ്യവും വേദനയൊക്കെ മാറ്റിക്കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾക്ക് അങ്ങനൊരവസ്ഥ വരുത്തല്ല അല്ലാ. പുസ്തകവും കയ്യിൽ വെച്ചുകൊണ്ട് റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോ വാഹനങ്ങൾ വന്നിടിച്ച് തെറിപ്പിക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ യതീമീങ്ങളാക്കല്ല അല്ലാ, യതീമീങ്ങളാക്കല്ല അല്ലാ. ഇവിടെയുള്ള ഗൾഫുകാരെ നീ സഹായിക്കണേ അല്ലാ. ദുനിയാവും ആഖിറവും നഷ്ടം വരുന്നവരാക്കല്ല അല്ലാ. കുടുംബജീവിതം നഷ്ടപ്പെട്ടു പോകുന്നവരാക്കല്ല അല്ലാ. വിദേശ രാജ്യത്ത് ഭർത്താക്കന്മാരുള്ള ഈ സദസ്സിൽ വന്നിരിക്കുന്ന ഭാര്യമാരുണ്ടെങ്കിൽ ഇന്നും മറന്നുപോകാതെ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ തൗഫീഖ് കൊടുക്കണേ അല്ലാ. അല്ലാഹു എന്നെ ഒരുപാട് കാണാൻ ആഗ്രഹിച്ച ഈ പരിപാടിക്ക് വരുമ്പോ സ്വീകരിക്കാതെന്ന മുഹമ്മദിക്കാന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട ഉപ്പ സഹോദരൻ മരണപ്പെട്ടു പോലെ ഖബർ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. അവിടെ നിന്ന് ഭക്ഷണം
കഴിച്ച് മടങ്ങി വരുമ്പോ അള്ളാഹുവേ പടച്ചവനെ എപ്പോഴും ആ സഹോദരന്റെ ഖബറിന്റെ ചിന്തയായിരുന്ന മനസ്സിൽ ആ ഖബർ സ്വർഗീയ ആനന്ദത്തിലും ആഹ്ലാദത്തിലുമാക്കി കൊടുക്കണേ അല്ലാ. എന്തോ ഒരു ഭാഗ്യമാണ് ഈ വലിയ മജ്‌ലിസിന്റെ പ്രാർത്ഥന കിട്ടിയല്ലോ. അള്ളാഹുവേ ഈ പാവപ്പെട്ടവനെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ ഇതല്ലാതെ വേറൊന്നുമില്ല റബ്ബേ. അള്ളാഹുവേ നിന്റെ മജ്‌ലിസിൽ വെച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് താ അല്ലാ. അത് സ്വർഗത്തിന്റെ പൂന്തോപ്പാണ്. അവിടെ വെച്ച് മരിക്കാൻ നീ ഞങ്ങളെ തിരഞ്ഞെടുക്കണേ അല്ലാ. ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് മദീനത്ത് മരിച്ചാ മതി റബ്ബേ, മദീനത്ത് മരിച്ചാ മതി റബ്ബേ. ഞങ്ങളെ നീ ഈമാനോടുകൂടി മരിപ്പിക്കണേ അല്ലാ. ഞങ്ങളുടെ സഹോദരിമാരെ വ്യഭിചാരിണികളാക്കല്ല അല്ലാ. ആവശ്യമില്ലാതെ സമയം പാഴാക്കുന്നവരാക്കല്ല റബ്ബേ. ഈ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹുവേ നല്ലതുപോലെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി സഹകരിച്ച മുഹമ്മദ് ഫർഹാൻ ഇസ്ലാമിക് പോലീസിന്റെ പ്രവർത്തകരെ വിജയിപ്പിക്കണേ അല്ലാ. കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം ആ കാസറ്റ് വളർത്തിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്ന പ്രവർത്തകർ അതിന്റെ ലാഭവിഹിതം കൊണ്ട് സാധുക്കളെ സഹായിക്കുമ്പോ അതിന് അർഹമായ പ്രതിഫലം കൊടുത്ത് നീ അവരെ വളർത്തണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. എല്ലാ മജ്‌ലിസിലും ദുആ ചെയ്യുമെന്ന് പറഞ്ഞവർക്ക് ഈ സദസ്സിന്റെ ഇജാബത്ത് കൊടുക്കണേ അല്ലാ. ബക്കറ്റിലേക്ക് സ്വതക്കയിട്ടവർക്ക് അല്ലാഹുവേ പടച്ചവനെ സാമ്പത്തിക ഭദ്രത കൊടുക്കണേ അല്ലാ. ഈ സദസ്സിൽ അല്ലാഹു എന്റെ പ്രിയപ്പെട്ട മുറ്റിച്ചൂരുള്ള ഉസ്താദ് വന്നിട്ടുണ്ട് റഹ്മാനെ. ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ ഒരുപാട് സഹോദരിമാര് അല്ലാഹുവേ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ആവശ്യങ്ങളും കത്തിലൂടെ എഴുതി അറിയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ അതൊക്കെ നീ നിറവേറ്റി കൊടുക്കണേ അല്ലാ. اللهم انصرنا يا خير الناصرين وارحمنا بأنواع رحمتك يا أرحم الراحمين بحق صلى الله على محمد اللهم صل على محمد صل على جميع الأنبياء والمرسلين الحمد لله رب العالمين. إن شاء الله എല്ലാവരും ഈ സാധുവായ സഹോദരന് വേണ്ടി ദുആ ചെയ്യണം എന്നറിയിക്കുന്നു.